ഹലോ ഗൈസ്. ഓക്കെ, ഇൻട്രോ കഴിഞ്ഞു. വേറെ ഒന്നല്ല, ഇന്നൊരു റിവീലാണ്. കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചോണ്ടിരുന്ന, പറയാണ്ട് വെച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് മൂന്നാമത്തെ മാസത്തിന്റെ, ഇവളുടെ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിന് പോകണാട്ടോ. 13th വീക്ക്, 13th ആഴ്ച. ഞങ്ങളുടെ 4ാമത്തെ ബേബിയാണ്. ആക്ച്വലി മൂന്നാമത്തെയാണ്, പക്ഷെ ആക്ച്വലി 4ാമത്തെയാണ്, പക്ഷെ തിയറട്ടിക്കലി 3ാമത്തെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്കാനിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് വന്നത്. ജസ്റ്റ് ഒരു മിനി വ്ളോഗാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് എടുത്തിട്ടാണ്. എവളുടെയും എപ്പോഴെങ്കിലും എടുത്ത് കാണാലോ, നമുക്ക് തന്നെ ആണല്ലോ. നിങ്ങൾ ആരും കണ്ടില്ല, നമുക്ക് തന്നെ ആണല്ലോ. ഹോസ്പിറ്റലിലെത്തി. അവളെ സ്കാനിങ്ങിന് പേപ്പർ കൊടുക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. അത് ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണാനുണ്ട്. എനിക്ക് കണ്ണിൻ്റെ ഡോക്ടറെ കാണാനുണ്ട്, എനിക്ക് പല്ലിൻ്റെ ഡോക്ടറെ കാണാനുണ്ട്. വൈകുന്നേരം മോളുടെ PTA മീറ്റിങ്ങിന് പോകാനുണ്ട്. ഇന്ന് ഫുൾ ബിസി ഷെഡ്യൂൾസാണ്. ആക്ച്വലി വല്ലപ്പോഴും ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ കിട്ടാറുള്ളൂ. എല്ലാ ദിവസവും വർക്ക്, വീട്, വർക്ക്, വീട്, വർക്ക്, വീട്, ജിമ്മ്, ഇത്രേ ഉള്ളായിരുന്നു. ആക്ച്വലി വല്ലപ്പോഴെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഒരു ബിസി ആയി പോണത് നല്ലതാണ്. സ്കാനിങ്ങിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടോ. വേറൊന്നുമല്ല, അവള് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഒന്ന് വായിക്കാതാ. കൊച്ചിൻ്റെ മൂക്കൊക്കെ കാണിക്കാറായിട്ടുണ്ട്, അളവ് കാണിക്കുന്നുണ്ട്, അതൊക്കെ വായിച്ച് പറഞ്ഞത്. 5ാം മാസത്തെ സ്കാനിങ് മാത്രമേ അവരകത്ത് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് അതുകൊണ്ട് അവളെ മാത്രമേ കയറ്റുള്ളൂ. ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിട്ടോ. ബിരിയാണി കഴിച്ചാലാ? അപ്സരേ സമയം ഏകദേശം 12:30 മണിയായിട്ടുള്ളൂ. ബിരിയാണി കിട്ടി, കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാൻ തോന്നാറുണ്ടെങ്കിലും പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കിട്ടൂല, അതാണ് മെയിൻ പ്രശ്നം. പെട്ടെന്ന് തീരും. ഫ്രീസറൊന്നും ഇല്ലാത്ത കടയാണ്. 2:30 മണിക്ക് PT മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശേഷം അങ്ങോട്ട് പോയി. സ്കൂളിലെ മീറ്റിങ്ങിന് വന്നിരിക്കണം. ടീച്ചർ നല്ലത് പറയോ, അതെ ചീത്ത പറയോ? എന്താ മീറ്റിംഗ് ഇരുന്നേ സമ്മതിക്കൂല. ഇല്ലടാ, സമ്മതിക്കൂല. എടാ ലൊട്ടെ. ഹായ് ഗൈസ് പറഞ്ഞേ. ഹായ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പരിപാടി അറിയില്ല. ഈ കാർത്തിക് സൂര്യ, ആഡ് സ്മോക്കിയൊക്കെ എങ്ങനെയാണോ ഡെയിലി വ്ളോഗ്സ് ചെയ്യണത്? ഇവിടെ എന്നാ പഠിക്കാൻ പോണേ? ഇവിടെ പഠിക്കാൻ പോണേ? ഇവനിപ്പോൾ 2.5 വയസ്സായി. ഈ വർഷം എഴുത്തിന് ഇരുത്തണം. അടുത്ത വർഷം ചേച്ചിയുടെ സ്കൂളിൽ തന്നെ ഇവിടെ തന്നെ കൊണ്ട് ചേർക്കണം എന്ന് വിചാരിക്കണം. നല്ല വലിയ ഗ്രൗണ്ട് ഉണ്ട് സ്കൂളിൻ്റെ നടുമുറ്റം തന്നെ, വലിയ ഗ്രൗണ്ടായിട്ടാണ്. എനിക്കിതാണ് ഇവിടുത്തെ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്, ആകെ ഇഷ്ടപ്പെട്ടത്. മൈ നെയിം ഈസ് ഗാനിലെ ഷാറൂഖ് ഖാൻ കമൻറ്റേറ്റർ പറഞ്ഞ പോലെ ഉണ്ട്. അതുപോലെ എൻ്റെ വ്ളോഗിങ്.